ഹായ് ഫ്രണ്ട്സ്, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. കങ്കുവ MIT വാലിയൻ സാഗ. MIT വാലിയൻ സാഗ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അത് അറിയില്ല കേട്ടോ. കുറച്ച് ആളുകൾക്ക് അറിയായിരിക്കും. സിനിമയുടെ മുഴുവൻ പേര് സത്യത്തിൽ അങ്ങനെയാണ്, കങ്കുവ MIT വാലിയൻ സാഗ എന്നാണ് പറയുന്നത്. സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഉണ്ടാവുന്ന രീതിയിൽ വാർത്ത കേൾക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടൊക്കെ ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ പ്രൊഡ്യൂസറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ധനഞ്ജയൻ അതിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ്. അവർ അത്രയും കോൺഫിഡന്റ് ആണ് ഈ വർക്കിൽ. കാരണം അവർ തീർച്ചയായിട്ടും ഇതിന്റെ പല ഭാഗങ്ങളും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അവർ അത്രയും കോൺഫിഡന്റ് ആണ്. എന്തായാലും അതിന്റെ ഒരു നല്ല അപ്ഡേറ്റ് വരുന്നില്ല എന്നുള്ള ആരാധകരുടെ തേങ്ങൽ മനസ്സിലാക്കിക്കൊണ്ട് ഈ വരുന്ന 23-ാം തീയതി, അന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അത് നടിപ്പിൻ നായകന്റെ ഫാൻസ് ആണെങ്കിൽ അറിയുമായിരിക്കും. ജൂലൈ 23, 1975 ആണ് പുള്ളിക്കാരന്റെ ബർത്ത്ഡേ. അപ്പൊ ഈ 23-ാം തീയതിയാണ് പുള്ളിക്കാരന്റെ ജന്മദിനം വരുന്നത്. ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരുന്നു. പല ആളുകളും ട്രെയിലർ എന്നൊക്കെ പറഞ്ഞു. ട്രെയിലർ ഓൾറെഡി വന്നു. സോ ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ എന്ന രീതിയിൽ, ഫസ്റ്റ് സിംഗിൾ അല്ല, ഫസ്റ്റ് സിംഗിൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഫയർ സോങ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. കങ്കുവ ഫയർ സോങ്, ദേവിശ്രീ പ്രസാദ് മ്യൂസിക്കൽ 23/7/24. അത് ഈ വരുന്ന 23-ാം തീയതി വരും എന്നുള്ളതാണ് പറയുന്നത്. 10-ാം തീയതി 10/10/24 സിനിമ റിലീസ് ചെയ്യുന്നത്, October 10th. അതെല്ലാവർക്കും അറിയാം, ഓൾറെഡി അത് പുറത്ത് വിട്ടിരുന്നു. പക്ഷെ ഫസ്റ്റ് സോങ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇതിന്റെ ആദ്യം കങ്ക കങ്ക കങ്കുവ എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറയുന്നത്, ഗ്ലിംസ് പോലെ, അത് ഭയങ്കരമായിരുന്നു. അത് ഇംഗ്ലീഷിൽ പോലും അതിന്റെ പാട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. പല ഭാഷകളിൽ, ഇപ്പോൾ സിനിമ തന്നെ മൊത്തത്തിൽ 36 ഭാഷകളൊക്കെ പറയുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവർ ഇതിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സോങ്ങും അങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്ന രീതിയിലാണ് പറയുന്നത്. ഡബ് ചെയ്ത് വിടല്ല, ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആ രീതിയിൽ എടുക്കരുത്. ഇംഗ്ലീഷിൽ അത് കറക്റ്റ് ആയിട്ട് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആളുകൾ വന്ന് ഇംഗ്ലീഷിൽ തന്നെ സോങ് അതങ്ങനെ പാടി അവിടെ നിന്നുള്ള ആളുകൾ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യും എന്ന രീതിയിലാണ് കേൾക്കുന്നത്. എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഇതിന്റെ ഗ്ലിംസ്, ടീസർ, ട്രെയിലർ എല്ലാം വേറെ ലെവൽ സാധനമായിരുന്നു. അപ്പൊ ഇതിന്റെ പാട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷ്വലി അത് തരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും ഒരു പക്ഷെ ചെറിയ ചെറിയ ഭാഗങ്ങളെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതും എങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഫയർ സോങ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ കങ്കുവന്റെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ വിഷ്വലി കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇനിയിപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചിട്ടില്ലെങ്കിലും, ലിറിക്കൽ വീഡിയോ ആണെങ്കിൽ പോലും അതിന്റെ ഒരു പിക്സ് നമുക്ക് കാണാൻ പറ്റില്ല. ഓരോ ഇമേജ്, ഓരോ പിക്ചർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കിട്ടുമോ എന്ന് നോക്കാനുള്ള ഒരു ആകാംക്ഷയാണ് പ്രധാനമായിട്ട്. പിന്നെ ഇതിലെ സോങ്, ഈ കങ്ക കങ്ക കങ്കുവ എന്ന് പറഞ്ഞ സാധനം കിഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഇതിലേക്ക് എങ്ങനെ വരും എന്നുള്ള അറിയാനുള്ളൊരു ആകാംക്ഷയും ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഉണ്ട്. അത്തരത്തിൽ ഈ സോങ് വീണ്ടും ഒരു ഞെട്ടിക്കുന്ന സാധനം ആകുമെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. പിന്നെ പല ആളുകൾക്കുള്ള പേടി, ശിവ എന്ന സംവിധായകനാണല്ലോ. ശിവ എന്ന് പറയുന്ന പുള്ളിക്കാരന്റെ ലാസ്റ്റ് വന്നുള്ള സിനിമ അണ്ണാത്തയായിരുന്നു. മണ്ണാത്ത ആയി പോയി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ അതുപോലൊന്നും ആയിരിക്കില്ല ഒരിക്കലും ഈ വർക്ക്. കാരണം നമുക്ക് കിട്ടിയ അപ്ഡേറ്റുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഇതിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു അത്ഭുതപ്പെടുത്തുന്ന സാധനം ഉണ്ട്. നെക്സ്റ്റ് ലെവൽ തമിഴ് മൂവിനെ കൊണ്ടുപോകാനുള്ള ഒരു സംഭവം ഇതിലുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷയിലാണ്. അണ്ണാത്തെയൊന്നും ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്നേ ഇല്ല. അത് അങ്ങനെ ഒരു സാധനം, അത് വന്നു പോയി. പക്ഷെ അതുപോലെ ഒരിക്കലും ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യുക.